പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശു ഒരുവനോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ഒറ്റ വാക്കാണ് യേശുനാഥൻ, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ അവൻ്റെ കിടക്കയും എടുത്ത് നടന്നു. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. വചനം ശ്രവിക്കാം. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിൽ യേശു ജെറുസലേമിലേക്ക് പോയി. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിൽ യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. അവ യേശുനാഥൻ ജെറുസലേമിൽ നിന്നും അജകവാടം, ഒരു കുളമുണ്ട്, ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ കുറെ രോഗികളൊക്കെ കിടപ്പുണ്ട്. കുരുടന്മാര്, തളർവാദ രോഗികൾ, കണ്ണ് കാണാത്തവര്, ചെറിയവര്, പലരെയും യേശുനാഥൻ കണ്ടു. എന്നാൽ 38 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് യേശുനാഥൻ കടന്നു ചെല്ലുന്നത്. അവിടെ കുരുടന്മാരും മുടന്തന്മാരും തളർവാദ രോഗികളും ആയി അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു ജനിക്കുന്നതിന് മുൻപേ ഈ തളർവാദ രോഗി അവിടെ കിടക്കുന്നു. 38 വർഷം. 33-ാം വയസ്സിലാണ് യേശുനാഥൻ പരസ്യ ജീവിതത്തിന് വേണ്ടി മരുഭൂമിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കയറി വരുന്നത്. നേരെ വന്ന് യേശുനാഥൻ പല പല അത്ഭുതങ്ങളും സിനഗോഗുകളിലും ദേവാലയങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ബെത്സൈദ എന്ന് പറയുന്ന കുളക്കടവിലേക്ക് യേശുനാഥൻ വരികയും, അപ്പോൾ അവിടെ 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. 6-ാം വാക്യം, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. ഹല്ലേലൂയ. അവൻ അവിടെ കിടക്കുന്നത് യേശുനാഥൻ കാണേ. അവൻ വളരെ നാളുകളായി കിടപ്പിലാണെന്ന് അറിഞ്ഞു. യേശു ചോദിക്കണം അവനോട്. എന്താ ചോദിക്കണത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പൊ അത് ആരാണെന്നൊന്നും ഈ തളർവാദ രോഗിക്ക് അറിയില്ല. ഉടനെ അവൻ പറയണ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നാ, യേശു ചോദിച്ചതിനല്ല ആ തളർവാദ രോഗി മറുപടി പറയണത്. അവൻ പറയണ മറുപടി വേറെ. ഹല്ലേലൂയ. യേശു ചോദിച്ച്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, ശ്രദ്ധിക്കണേ, അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അതാണ് ഒരു രോഗിയുടെ ഏറ്റവും വലിയ കുഴപ്പം. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കുളത്തിലേക്ക് എടുത്താൻ ആരും. ഇവനെ കുറ്റം പറയുന്നത്. യേശു ചോദിച്ചത് എന്താണ്? അവൻ മറുപടി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉടനെ അവൻ പറയണത്, കർത്താവേ, അവൻ അറിയുമോ കർത്താവിനെ, കുളം ആകുമ്പോൾ എന്നെ എടുത്തിടാൻ ആരുമില്ല. ഞാൻ 38 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. ഞാൻ ഇറങ്ങുമ്പോഴേക്കും എഴുന്നേറ്റ് പതുക്കെ തളർവാദ രോഗിയാണല്ലോ. അപ്പോഴത്തേനും വേറെ രോഗികളോടെ കിടപ്പുണ്ട്. അവരെ ആരെങ്കിലും കയറി ആ കുള ഇളകുമ്പോഴുള്ളത് സംഭവിക്കുന്നത്. അത് വർഷത്തിൽ ഒരു പ്രാവശ്യങ്ങളുടെ ഇളവുള്ളൂ. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നേരം എന്നെ എടുത്താൽ ആരുമില്ലെന്ന് ഇവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, 8-ാം വാക്യം, യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക.
യേശു അവനോട് പറയുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒറ്റ വാക്കാണ് യേശുവിൻ്റെ കേട്ടാ, കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. യേശു ചോദിക്കുന്നില്ല നീ തളർന്നു പോയത് എങ്ങനെയാണ്, ഇവിടെ കിടന്നിട്ട് എത്ര നാളായി. ഇതൊന്നും യേശുനാഥൻ ചെയ്യില്ല, എല്ലാം യേശുനാഥന് അറിയാം. അപ്പൊ യേശുനാഥൻ ഒറ്റ വാക്ക് പറയാണ്, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അവിടെ പ്രാർത്ഥിക്കുന്നില്ല, കൈവയ്ക്കുന്നില്ല, സുഖപ്പെടുത്തുന്നില്ല. യേശുവിന്റെ ഒരൊറ്റ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ, കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് കിടക്കയും എടുത്ത് നടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ തൽക്ഷണം കിടക്കയും എടുത്ത് നടന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 9-ാം വാക്യം, അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. യേശുനാഥന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. എത്ര വർഷമാണ് കേട്ടത്? 38 വർഷം. 1-2 വർഷമല്ല, 38 വർഷം കിടക്കുമ്പോ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും പകുതി തീർന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ യേശുനാഥൻ വന്നിട്ട് അവനെ സുഖപ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കിടക്കയും എടുത്ത് നടക്കുന്നു. അന്ന് സാബത്തായിരുന്നു. യേശുനാഥൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് സാബത്ത് ദിവസങ്ങളിലേക്കാണ്. അത് ഈ യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം അവർ സാബത്ത് ആചരിക്കുന്ന മക്കളാണ്. ഹല്ലേലൂയ. 10-ാം വാക്യം, അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു. അപ്പൊ അവൻ കിടക്കയെടുത്തുകൊണ്ട് നടക്കണം, അതൊരു സാബത്താണ്. അപ്പൊ അങ്ങനെ നടക്കാൻ പാടില്ല, തെറ്റാണ് അവരുടെ മുമ്പിൽ. ഹല്ലേലൂയ. ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷേധകരമാണ്. ഇന്ന് കിടക്ക ചുമക്കുന്നത് നിഷേധമാണ്. നീ എന്താണ് കിടക്കിടക്കുന്നതെന്ന് യഹൂദന്മാര് ഇവനോട് ചോദിക്കുകയാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടത്തുക എന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളെന്തിനാണ് ഇന്ന് സാബത്താണ്, കിടക്കയെടുക്കുന്നത് നടക്കില്ല എന്നൊക്കെ പറയണത്? എന്നെ സുഖപ്പെടുത്തിയവൻ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു, ഞാൻ കിടക്കയും എടുത്ത് നടന്നു. സാബത്താണോ അല്ലയോ എന്നൊന്നും അവൻ നോക്കുന്നില്ല. കാരണം അവന് സുഖം പ്രാപിക്കണം അല്ലെ. ഇന്ന് കിടക്കാൻ പാടില്ല, സാബത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗി അവിടെ കിടന്ന ഇല്ല. എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു അസൂയ അല്ലെ, കണ്ടപ്പോ തോന്നില്ല. അവൻ രക്ഷപ്പെട്ടതല്ല അവർക്ക് പ്രശ്നം, സുഖം പ്രാപിച്ചതല്ല. ഇന്ന് കിടക്ക ചുമക്കാൻ പാടില്ല എന്നാണ് അവർ അവരോട് പറഞ്ഞത്. 12-ാം വാക്യം, അപ്പോൾ അവർ ചോദിച്ച്, കിടക്ക എടുത്ത് നടത്തുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞവൻ ആരാണ്? അവനപ്പൊ ശാപത്ത് ആചരിക്കില്ല. എന്താണ് ഇന്നത്തെ തർക്കം ഉണ്ടായിക്കണം അവിടെ. ഹല്ലേലൂയ. 13-ാം വാക്യം, അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിനുള്ളിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരെന്നാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. യേശു അപ്പൊ തന്നെ അവിടെ നിന്ന് മറഞ്ഞു കഴിഞ്ഞു, തെക്കളഞ്ഞു, അവിടെ നിന്നില്ല. കാരണം പിന്നെ ആൾക്കാരൊക്കെ വരും, പ്രശ്നം. കാരണം 38 വർഷം എന്ന് പറയുമ്പോൾ അവിടെ കിടക്കണ എല്ലാവർക്കും അറിയാം. അപ്പൊ അവരെല്ലാം കൂടി വരുന്നതിന് മുമ്പ് തന്നെ യേശു പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ആരാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. 14-ാം വാക്യം, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടാ. യേശു നമ്മളെല്ലാം സുഖപ്പെടുത്തുന്നുണ്ട് പല വിധത്തില്, പല രോഗശൈലികളിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. യേശു ഇവിടെ പറയുന്നുണ്ട, എന്താണെന്ന് ശ്രദ്ധിക്കുക. 14-ാം വാക്യത്തിൽ കേട്ടാ, യേശു അങ്ങനെ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഇവൻ തുള്ളിച്ചാടി ചിരിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിന്റെ മുഖമാനൊക്കെ മനസ്സിലായി, സന്തോഷത്തോടെ ചാടി വരികയാണ്. ഉടനെ യേശു അവനോട് ഒരു വാക്ക് പറയുന്നുണ്ട്. അതാണ് അടുത്തത്, ഇതാ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഇതാ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമാകാതെ ഒന്നും സംഭവിക്കാതിരിക്കാൻ
മേലിൽ പാവം ചെയ്യരുത്. നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമാകാത്തത് ചെയ്യാതിരിക്കാൻ മേലിൽ പാവം ചെയ്യരുത്. ചില രോഗികൾ ധ്യാനം കൂടി വചനം കേട്ട് കൂടുതൽ മോശത്തിലേക്ക് പോകും. അല്ല, നമുക്ക് കാണാൻ പറ്റും. രോഗം പിന്നെയും വീണ്ടും രോഗം വരും. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ധ്യാനം കൂടി വന്ന് അവൻ മദ്യപാനം നിർത്തി, വീണ്ടും അവൻ മദ്യം കുടിക്കാൻ തുടങ്ങും. പഴയതിനേക്കാളും ഇരട്ടിയാവും. വളരെ മോശം. എന്തുകൊണ്ടാണത്? അപ്പൊ പറയും, നീ ധ്യാനം കൂടിയതല്ലേ, പ്രാർത്ഥിച്ചല്ല. അവന്റെ കയ്യിലിരിക്കൊണ്ടാണ് ചില രോഗികൾ സുഖം പ്രാപിച്ചു. 2 മാസം 3 മാസം വീണ്ടും ആ രോഗം വരും. അപ്പൊ വീട്ടിലുള്ളൊരു ധ്യാനം കൂടി രോഗം മാറിയതാണുള്ള പിന്നെ എന്താണ് ആ കുടുംബത്തിൽ നടക്കുന്ന ചില തിന്മയുടെ ശക്തികൾ വീണ്ടും കയറി വന്നതാണ്. അത് നമ്മൾ അറിയുന്നില്ല. യേശുവേ നന്ദി, യേശുവേ ആരാധന. 15-ാം വാക്യം. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയെന്ന് യഹൂദരെ അറിയിച്ചു. അപ്പൊ യേശുനാഥൻ ഇങ്ങനെ പറഞ്ഞ് വാണിംഗ് കൊടുത്ത് വിട്ടവനെ. അങ്ങനെ അവൻ യഹൂദരുടെ അടുക്കിലേക്ക് ചെന്നപ്പോ അവൻ പറഞ്ഞു, യേശു നസ്രയനായ യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് അവരോട് പറഞ്ഞു. 16-ാം വാക്യം. സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദുഷിച്ചു, യേശുവിനെ കുറ്റപ്പെടുത്തി. അവൻ രക്ഷപ്പെട്ടതിലോ അവൻ എഴുന്നേറ്റ് നടന്നതിലോ അല്ല, അവനെ സുഖപ്പെടുത്തിയത് സാപത്ത് ദിവസമായതുകൊണ്ട് ആ യഹൂദ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറ്റപ്പെടുത്തി യേശുനാഥനെ. അവൻ കണ്ടില്ല കാണിച്ചത്. ദേഷ്യം വന്ന് യേശുവിനോട് കോപിച്ചിരിക്കുന്നു. 17-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതായി ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. സ്വർഗസ്നായ പിതാവ്. പിതാവും പുത്രനും ഒന്നാണ്. പിതാവ് പ്രവർത്തിക്കുന്നത് പുത്രനിലൂടെ, പുത്രൻ പ്രവർത്തിക്കുന്നത് പിതാവിലൂടെ. യേശുനാഥൻ പറയുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. അപ്പൊ യേശുവിനെ കൊല്ലാൻ വേണ്ടി പലരും ഇങ്ങനെ നോട്ടം ഇട്ട് നടക്കുന്നു. അപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേനും അവർക്ക് കലി തുള്ളി. എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം എന്നായി. കാരണം ഉടനെ കാരണം പറയണം കേട്ടോ. കാരണം 18-ാം വാക്യം കേട്ടോ. കാരണം അവൻ സാപത്ത് ലംഘിക്കുകയും മാത്രമല്ല സാപത്ത് ലംഘിക്കുകയും. സാപത്ത് യേശുനാഥൻ നോക്കാറില്ല. യേശുനാഥൻ ചോദിക്കുന്നുണ്ട് അല്ലേ, സാപത്ത് ദിവസം ഒരു കഴുതയോ ഒട്ടകമോ ആടോ വലിയ കുഴിയിൽ വീണാൽ നിങ്ങൾ രക്ഷിക്കുകയില്ലേ? അപ്പൊ ഒരു മനുഷ്യന് ഇത്രമാത്രം വിലയുള്ളതെന്നുള്ളതൊക്കെ യേശുനാഥന്റെ ആ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം അവൻ സാപത്ത് ലംഘിക്കുകയും മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട്, അവൻ തന്നെ തന്നെ ദൈവതുല്യനാക്കിയെന്നൊന്നും യേശുനാഥൻ പറയുന്നില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്നൊക്കെ യേശു പറയുന്നുണ്ടെങ്കിലും അവരില്ലാത്തത് പിന്നെ ഉണ്ടാക്കി പറയുന്നുണ്ട്. അവൻ ദൈവത്തിന് തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. അതവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവനാരാണ് പിതാവായെന്ന് ദൈവത്തെ വിളിക്കാൻ? യേശു പറഞ്ഞില്ലേ, ഒരു പിതാവേ നമുക്കുള്ളൂ, മറ്റാരും നിങ്ങൾ പിതാവേ എന്ന് വിളിക്കരുതെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, സത്യം സത്യമായി 19-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും മുഖ്യ പിതാവിനോട് ചോദിച്ചിട്ടാണ് പുത്രനായി യേശുനാഥൻ ചെയ്യണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഓ പരിശുദ്ധമേ, യേശുവിനമേ, ഞങ്ങൾ കേൾക്കുന്ന പുത്രന്റെ ബെത്സയിദ കുളക്കടവിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ
പുത്രനായ യേശുവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് ഷുഗറുണ്ട്. 26 വർഷമായി ഷുഗർ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയി. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കിഡ്നിക്ക് തകരാറുണ്ടെന്ന് അവർ കണ്ടെത്തി. ഹല്ലേലൂയ. ഉടനെ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത് ഷുഗർ ഇച്ചിരി കൂടുതലുണ്ട്, പിന്നെ കിഡ്നി ഇച്ചിരി തകരാറിലാണ് കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ് എഴുതി തന്നു. ഞാനങ്ങനെ കിഡ്നി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അത് ഞാൻ പോയത് ഇന്നാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ ചെക്ക് ചെയ്തത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പം എന്നോട് ചോദിച്ചു, ഇത് കൂടുതലാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം പറഞ്ഞ് ഡയാലിസിസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു അതെന്താണ്, ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. വല്ല വേദന വല്ല തടസ്സങ്ങളൊന്നുമില്ല. അതേപോലെ ചോദിക്കുന്ന വേദനയുണ്ട്, പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പതയുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർ എഴുതിയിട്ടുണ്ട്, ലാബിൽ കൊണ്ടുപോയി കൊടുത്തു. ലാബിൽ കൊണ്ടുപോയി കൊടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ അവരോട് ചോദിച്ച് എങ്ങനെയുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? ലാബിലെ നേഴ്സിനോട് അവർ പറഞ്ഞ് ഡോക്ടർ പറയുന്നു. എനിക്ക് ഡൗട്ടായി, എന്തോ പ്രശ്നമുണ്ടല്ലോ ദൈവമായ കർത്താവേ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രോബ്ലം കാണുന്നുണ്ടെന്ന്. ഞാൻ വളരെയധികം അപ്സെറ്റായി. നമുക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിൽ കിഡ്നിയൊക്കെ തകർന്നു പോയാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ചികിത്സിച്ചാലും അത് ദൈവം തന്നത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ എന്തിനാ, വളരെ അസ്വസ്ഥതയായി. ഉടനെ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് വീണ്ടും എഴുതി. ബ്ലഡിലൂടെ നീ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഞാൻ ലാബിൽ കൊണ്ടുപോയി കൊടുത്തു. ഉടനെ അവർ വാങ്ങി ബ്ലഡ് എടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു റിസൾട്ട്. ഉടനെ ഞാൻ പ്രാർത്ഥിക്കുകയും നിശ്ചിതാമ്മയോട്. അപ്പം എൻ്റെ ചിന്തകളൊക്കെ വളരെ ഇതായി. കാരണം കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ശരീരം നീരി വയ്ക്കും അല്ലേ, സംസാര ശക്തിയൊക്കെ നഷ്ടപ്പെടും, പല രോഗങ്ങളായിട്ട് വരും. ഇങ്ങനെയായാലും ഈ രോഗപ്പെട്ടു പോകും. കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. ദൈവമായ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ഓടുന്നുണ്ടല്ലോ, അനുഗ്രഹിക്കണേ. അങ്ങനെ എന്നോട് നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് നിന്റെ ശരീരം, നിന്റെ ഈ തകരാറായിരിക്കുന്ന കിഡ്നി പുത്രന്റെ നാമത്തിൽ എൻ്റെ കരങ്ങൾ വഴി നീ സമർപ്പിക്കുക. ഹല്ലേലൂയ. യേശു ഇങ്ങനെ ഒരു പ്രേരണ എനിക്ക് വന്നു. ഉടനെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചു, രക്ഷിതമ്മേ, യേശുവിൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, അമ്മൻ്റെ പുത്രനെ ഒരു രോഗവും അമ്മയുടെ പുത്രൻ്റെ ശരീരത്തിലില്ലോ. എൻ്റെ കിഡ്നി തകരാറായി കാണുമ്പോൾ ആ കിഡ്നി അമ്മയുടെ കരങ്ങൾ വഴി പുത്രനിലേക്ക് കൊടുത്തിട്ട് പുത്രന്റെ കിഡ്നി എനിക്ക് തരണമേ എന്ന് ഞാൻ ആവർത്തിച്ചൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ 2 മണിക്കൂറായി. ജപമാലയൊക്കെ ചൊല്ലി ശരീരം മുഴുവനും ശിരസ് മുതൽ ഉള്ളങ്കാല് വരെയും അടിയിലെ കിട്ടികൾ കർത്താവിൻ്റെ അമ്മയുടെ കരങ്ങൾ വഴി പുത്രന്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവിടെ നിന്ന് പുതിയ സൃഷ്ടിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നു. റിസൾട്ട് കൊണ്ടുപോയി ഡോക്ടറുടെ കാണിച്ചു. ഉടനെ ഡോക്ടർ ചോദിച്ചു നീ കഴിക്കണ മരുന്ന് ഏതാണെന്ന് കഴിച്ചു. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു, ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇത്, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇതൊന്നും പറയുന്നില്ല. അയാൾ ആ റിസൾട്ട് നോക്കിയിട്ട് കിഡ്നിയെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ് എന്നിട്ട് എന്നോട് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കിഡ്നി, അപ്പം ആദ്യം പറഞ്ഞു കിഡ്നി ഡാമേജായിട്ട് കാണുന്നുണ്ട്, മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, പോയി നോക്കാൻ പറഞ്ഞു. ഇന്ന് 2ാമത് കൊടുത്ത് കൊടുത്തപ്പോൾ ഒന്നും ഇട്ടല്ല. അപ്പം ഞാൻ തിരിച്ച് നോ പ്രോബ്ലം, അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദ്യം ഉണ്ടെന്ന് പറഞ്ഞ അതേ ഡോക്ടറെ അടുത്തിരിക്കുന്ന വേറെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് കാണുന്നില്ല. ഞാൻ അപ്പം വീണ്ടും എഴുന്നേറ്റിട്ട് പുറകിൽ തൊട്ട് കാണിച്ച് കിഡ്നി പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല, നോർമലാണ്, പ്രശ്നമൊന്നുമില്ല, കണ്ടിന്യൂ. ഷുഗർ കുറച്ച്
കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് ദുഷ്ടശക്തിയുടെ നീ എനിക്ക് അടിച്ചതാണ്. എന്താ, നമ്മുടെ ശരീരത്തിൽ ദുഷ്ടപിശാചി എന്നെ ഈ വചന പവേഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ കടിച്ചതാണ്. പക്ഷെ ഞാൻ മരുന്നോ വൈദ്യനോ അല്ല, ദൈവമായ കർത്താവെ, നിന്റെ കരമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, നിന്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നതെന്നൊക്കെ ഞാൻ ഉള്ളിൽ പറയാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവിനെ ഒന്നും അസാധ്യമായിട്ടില്ല. അവനോട് ചേർന്ന് നിന്നാൽ നമ്മൾ രക്ഷപ്രാപിക്കും. ഒറ്റ സെക്കൻഡ് കൊണ്ട് കണ്ട മൂന്നാമത്തെ റിസൾട്ടാണ്. മൂന്നാമത്തെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ കിഡ്നി നോർമലാണെന്ന്. യേശുവിനെ എന്തുമാത്രം നന്ദി പറഞ്ഞാൽ മനസ്സിലായി. ഇല്ലെങ്കിൽ നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യും, ഡയാലിസിസ് ചെയ്യും, അല്ലെ, മരുന്ന് തരും, ഇതൊക്കെ പ്രയോജനമുള്ള. ചിലപ്പോൾ അതിലൂടെ പിന്നെ വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറയും, മറ്റു സാധനങ്ങളൊന്നും വളരെ ഇതാണ്, വളരെ ഇതാണ്. പക്ഷെ അത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ദൈവമായ കർത്താവ് എടുത്ത് മാറ്റി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വരുന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.